ദൈവം എൻ്റെ ജീവിതത്തെ ഭൗതികമായിട്ടും എൻ്റെ ആത്മീയമായിട്ടുള്ള ജീവിതത്തെയും ബ്ലസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. കാരണം ദൈവത്തിൽ ആശ്രയം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും എൻ്റെ ഒരു എഡ്യൂക്കേഷൻ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാനോ എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്കൊന്നുമില്ല. എൻ്റെ കുടുംബത്തിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ഒരു വലിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഞാൻ ദൈവത്തിൽ മാത്രമാണ് ഞാൻ ഇതിന് എല്ലാറ്റിനും ഒരു ആശ്രയം. ബ്ലൈൻഡ് ഫെയ്ത്താണ് ഇതിൻ്റെ പിന്നിൽ വേണ്ടതെന്നുള്ളത് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഈ ഓരോ മക്കൾ വരുമ്പോൾ ഞാനൊരു ചെറിയൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളൊരു പോസ്റ്റിലൊക്കെയാണ് സാധാരണ ഞാൻ വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള കാര്യങ്ങളല്ലേ, പെട്ടെന്ന് തന്നെ കമ്പനി പല ബ്രാഞ്ചുകളെ ഏൽപ്പിക്കുന്നു. ഞാനൊരു പ്രത്യേകിച്ച് ഒരു നല്ലൊരു കമ്പനിയിലായിരുന്നു ഞാൻ തുടക്കം തന്നിരുന്നത്. എനിക്ക് UAE ഉള്ളൊരു തുടക്കം. അവിടുന്ന് തന്നെ ബ്രാഞ്ച് ഇൻചാർജ് ആക്കുന്നു, ബ്രാഞ്ച് മാനേജർ ആക്കുന്നു, ഈവൻ ദോ ടെറിട്ടറി മാനേജർ ആക്കിയിട്ട് പോലും ഞാൻ എന്നെ വർക്ക് ചെയ്യിക്കുന്നു. പിന്നെ അവിടുന്ന് മുതൽ വേറെ കമ്പനികളൊക്കെ എന്നെ എടുക്കുന്നത് ഞാൻ പറഞ്ഞ സാലറിയാണ്. പിന്നീട് എൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് ഹൗ മച്ച് സാലറി യു ആർ എക്സ്പെക്ടിങ് ഫോർ യു ടു ജോയിൻ ദിസ് കമ്പനി, അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മളെടുക്കുന്നത്. അപ്പോൾ അത്രയും ഈ ജോലി ഒക്കെ എനിക്ക് ലഭിക്കാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിലൊന്നുമില്ല. ഇതിൽ കർത്താവിൻ്റെ കൃപ മാത്രമേ ഉള്ളൂ. ഈ കർത്താവിൻ്റെ കൃപയാണ് ഇതിൻ്റെ പിന്നിൽ. അത് ശരിക്കും എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ ഞാൻ ഇരിക്കുമ്പോഴും ഓരോ മീറ്റിങ്ങിലിരിക്കുമ്പോഴും ചിലപ്പോൾ ഞാൻ അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പല മീറ്റിങ്ങുകൾക്കും അല്ലെങ്കിൽ പല നമ്മളെ തന്നെ ജീവിതത്തിൻ്റെ കൂട്ടായ്മകൾക്കൊക്കെ പോകുമ്പോൾ ഈശോയെ എവിടേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒന്നും അറിയില്ലല്ലോ എനിക്ക്. അങ്ങനെ ഈ ഒരു അറിവില്ലായ്മയിലേക്ക് കർത്താവിൻ്റെ കൃപയും ജ്ഞാനമൊക്കെ നൽകിയിട്ടാണ് ഞാൻ ഈ സമയങ്ങളിലൊക്കെ ദൈവത്തിനെ ആശ്രയിക്കുന്നത്.